നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചി, 8 വർഷത്തെ കാത്തിരിപ്പ് അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ദിലീപ് കേസുമായിട്ട് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 8 വർഷത്തിന് പുറത്തേക്ക് ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ കാത്തിരിക്കുകയാണ് ഒരുപാട് ആളുകൾ. അല്ലെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ആ ഒരു വിധി എന്താണ് എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. ഇന്ന് ആ ദിവസം എത്തിയിരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ദിലീപ് അകത്തേക്കോ പുറത്തേക്കോ അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു കേസിൽ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ വളരെ ദൈർഘ്യമേറിയ ഒരു വിധി പ്രസ്താവം തന്നെയാണ്. 3215 ദിവസം കഴിയുമ്പോൾ, ഏകദേശം 8 വർഷം കഴിയുമ്പോഴേക്കും വരുന്ന ഒരു വിധി. ശരിക്കും ഇതിലെ അതിജീവിത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 8 വർഷം ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു നീണ്ട 9 മാസത്തോളമാണ് അതിജീവിത തൻ്റെ മൊഴി കൊടുക്കാൻ വേണ്ടി കയറി ഇറങ്ങി. ഓരോ തവണയും മനസ്സ് കലങ്ങി കണ്ണ് കലങ്ങി വരുന്ന ആ ഒരു രംഗങ്ങളൊക്കെ പലപ്പോഴും അഡ്വക്കേറ്റും ഒക്കെ പുറത്തേക്ക് പറയുന്നുണ്ട്. പല കാര്യങ്ങൾ അത്രയേറെ മാനസികമായിട്ട് ജീവിതം ഒക്കെ കൈവിട്ടു പോയ ഒരു പെൺകുട്ടിക്ക് കിട്ടാനുള്ള നീതിയാണ് ഇന്ന് കേരളം മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ഉൾപ്പെടെ കാത്തിരിക്കുകയാണ് ആ ഒരു വിധി എങ്ങനെയാണെന്നുള്ള. 10 പ്രതികളാണ് ഇതിലുള്ളത്. നമുക്കറിയാം 2017 ഫെബ്രുവരി 17 കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. ഇതിൽ ഒരുപാട് പലരെയും രക്ഷപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ദിവസം തന്നെ ഇപ്പോൾ ഈ പറയുന്നോണം ദിലീപിൻ്റെ അപ്പുണ്ണി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോണൊക്കെ അതിൽ ആ സമയത്ത് ഓണായിരുന്നു. അങ്ങനെയാണ് ദിലീപിലേക്കുള്ള സംശയമൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ദിലീപ് ഇതിൽ ഗൂഢാലോചന നടത്തി തൻ്റെ ജീവിതത്തെ തകർത്ത വ്യക്തി ഒരു പെൺകുട്ടി, ഇദ്ദേഹം ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളതായിരിക്കാം. എന്ത് തന്നെയാലും അതാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തി ഈ പെൺകുട്ടി ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ഈ അതിജീവിതം ഉൾപ്പെടെയുള്ള. മഞ്ജു വാര്യരുടെ തന്നെ വലിയ നിർണായകമായിട്ടുള്ള മൊഴിയാണ്. മഞ്ജു വാര്യരുടെ അടുത്ത് കാവ്യമായിട്ടുള്ള ബന്ധം, ദിലീപ് കാവ്യ ബന്ധം പറഞ്ഞത് ഈ പെൺകുട്ടിയാണ് എന്നുള്ളത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ദിലീപ് ഇത്തരത്തിൽ ചെയ്തത്. പലപ്പോഴും ടാർഗറ്റ് ചെയ്തിരുന്നു, പലപ്പോഴും ആ ഒരു ദേഷ്യം കാണിച്ചിരുന്നു. മഴവിൽ മനോരമയുടെയൊക്കെ ആ ഒരു പ്രോഗ്രാം സമയത്തൊക്കെ വലിയ രീതിയിൽ ആ ഒരു ടാർഗറ്റ് ചെയ്തിരുന്നു. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നെ നിർത്തില്ല എന്നൊക്കെ തരത്തിലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളൂ. ഒരു പക്ഷേ ഈ ഒരു വിധി വരുമ്പോൾ ഒരു ഭാഗം നമുക്കറിയാം, നമ്മുടെ ഒരാളുടെ ലൈഫിൽ ഒരാൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ദേഷ്യം, പെട്ടെന്നുള്ള ദേഷ്യം, ഒരു പക്ഷേ ദിലീപ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഭരിച്ചിരുന്ന അന്നത്തെ ഒരു വലിയൊരു ഈ പവർ ടീമിലെ ഏറ്റവും ഒരു അധികായൻ തന്നെയായിരുന്നു ദിലീപ്. ആ ഒരു സന്ദർഭത്തിൽ നമുക്കൊരു ജനപ്രിയ നടൻ എന്നതിലപ്പുറം മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഭരണം ഒരുപക്ഷെ ഒരു കാലത്ത് ദിലീപിന്റെ കൈകളിലേക്ക് വന്നു ചേർന്ന സന്ദർഭമാണ്. ഒരുപക്ഷെ അതിൽ ഈ പറയുന്ന ദേഷ്യമുള്ളവരും ദിലീപിനോട് വൈരാഗ്യമുള്ളവരും അതിൽ പ്രമുഖ നടന്മാർ ഇതിനകത്ത് കാണും. 2 ഭാഗമാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഈ ദിലീപ് മഞ്ജു വാര്യർ വിഷയം വരുന്നതും ഇതിൽ ഈ പറയുന്ന പെൺകുട്ടി ഇവരുടെ ഇടയിലേക്ക് കടന്നു വന്ന് ആ ബന്ധം വേർപെടുത്തുന്നതും കാവ്യമായി ഉള്ള അടുപ്പം പറയുകയൊക്കെ ചെയ്യുന്നത്. ഒന്നുകിൽ ദിലീപ്, ഈ ഇൻഡസ്ട്രി ഭരിക്കുന്ന ദിലീപിന് ഇതിനേക്കാളും ഭംഗിയായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. അദ്ദേഹത്തിന്റെ ആ ഒരു ക്രൂക്കഡ് മൈൻഡ് അനുസരിച്ച്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവ രീതിയൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയെ ഞാനൊക്കെ അറിഞ്ഞിടത്തോളം ആരൊക്കെ നടിയാവണം അല്ലെങ്കിൽ ആരൊക്കെ നായികയാവണം നായകനാവണം എന്ന് പോലും നിശ്ചയിക്കാനുള്ള പല ഘട്ടങ്ങളിലും ദിലീപിന് കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള വളരെ സ്വാധീനമുള്ള വ്യക്തിക്ക് കുറച്ചുകൂടെ ഗൂഢമായ നീക്കത്തിലൂടെ ഇത് ഒരു തെളിവ് പോലും അവശേഷിക്കാത്ത രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതൊരു ഭാഗം സംശയമായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്, ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ബുദ്ധിയുള്ള അല്ലെങ്കിൽ കുറച്ച് വിവേകമുള്ള വ്യക്തി ഇങ്ങനെ ചെയ്യത്തില്ല. ഈ പൾസർ സുനിയെ പോലുള്ള വ്യക്തിയെ വെച്ച് ഇങ്ങനെ ചെയ്യത്തില്ല. കാരണം ഒരു പെൺകുട്ടിയുടെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയുടെ വെളിയിൽ വരും. അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ ജീവിതം പോകും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് ദിലീപിനോട് ഇഷ്ടം, സ്ത്രീ ആരാധകരാണ് കൂടുതൽ. അപ്പോൾ ഒരിക്കലും അത് മാത്രമല്ല മകളോടുള്ള ഒരു അടുപ്പം, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഈ പൾസർ സുനിയെ പോലുള്ള ഇത്രയും ഇങ്ങനെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് ഈ പറയുന്നത് പോലെ അങ്ങനെ ദിലീപ് ചെയ്യും, പൊട്ടത്തരം കാണിക്കും എന്നുള്ളൊരു സംശയം അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ബുദ്ധി ഇല്ലാത്തവനാണോ എന്നുള്ളത്. ഈ ഒരു നമ്മളൊരു ഗൂഢമായ നീക്കം നടത്തുമ്പോൾ വളരെ ആലോചിച്ചും കൃത്യതയോടും ചെയ്യണമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാത്തിനെയും പിടിക്കപ്പെട്ടല്ലോ, ആരും എസ്കേപ്പ് ആയിട്ടില്ലല്ലോ. മാത്രമല്ല ഈ അതിജീവിതയ്ക്ക് ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് ഇവരെല്ലാം നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെടുന്ന തരത്തിൽ എന്തിനാണ് പിന്നെ അങ്ങനെ ഒരു കർത്തവ്യം ചെയ്തത്? ഏതായാലും ഇത് പുറത്താവുമെന്നുള്ള അറിയാം, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇത് പുറത്ത് പറയുമെന്നുള്ളത് അറിയാം.
അല്ലെങ്കിൽ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വീഡിയോ ദൃശ്യങ്ങൾ പറഞ്ഞത്. എന്നാലും ചിലപ്പോൾ അറിയില്ല, ഇത് പോയി കഴിഞ്ഞാൽ അവിടെ പെട്ടുപോകുന്നുള്ള ദിലീപിനറിയാം. അവിടെയൊക്കെ സംശയങ്ങൾ വരുന്നുണ്ട്. കാരണം അതിൽ ദിലീപ് ചേർന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയങ്ങൾ വരുന്നുണ്ട്. അവിടെയാണ് ഈ പറയുന്നത്, അതായത് ഈ ഒരു കേസ് എടുത്ത് നോക്കുമ്പോൾ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരു കേസായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കൊട്ടേഷൻ റേപ്പ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ പറയുന്നത് പോലെ സിനിമയിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരാളാണ് ദിലീപ് എന്ന് പറയുമ്പോൾ ഈ കേസിന് ശേഷം ഒരുപാട് തിരിച്ചടികൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആ കേസ് വിധി വന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരൊറ്റ സിനിമ മാത്രമാണ് ദിലീപിന് വിജയിച്ചിട്ടുള്ളൂ. അതിനുശേഷം എല്ലാം പൊട്ടി. ഒരുപക്ഷെ ആ സിനിമകൾ പലതും വിജയിക്കേണ്ടതാണ്. അത് മറ്റൊരു സൈക്കോളജിയാണ്. കാരണം നമ്മൾ ഒരു നായകനാണെങ്കിലും നടനാണെങ്കിലും അത് ഇമോഷണലി നമ്മൾ ഉള്ളിൽ എത്രയുണ്ടെങ്കിലും അത് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പഴയ രീതി നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ പഴയ ദിലീപിന്റെ ഫ്ലെക്സിബിലിറ്റി പിന്നീട് നമുക്ക് പല ഒരു കഥാപാത്രങ്ങളും കാണാൻ കഴിയും. അതായിരിക്കാം ഒരു പക്ഷേ. ഇത് മാത്രമല്ല കഥകൾ ചൂസ് ചെയ്യുന്നതിൽ ദിലീപിന്റെ ഒരു ചിന്താഗതിയൊക്കെ മാറിപ്പോയി. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം സിനിമകൾ പാളിപ്പോയത്. അത് അവിടെ നിൽക്കുന്നത്. പക്ഷെ തിരിച്ച് ഇതിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മൊഴിയിലടക്കം അതിജീവിത കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ദിലീപ് എന്തുകൊണ്ട് ദിലീപ് എന്നുള്ള ചോദ്യത്തിന് വ്യക്തി വൈരാഗ്യമുണ്ട് എന്ന് കൃത്യമായിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ദിലീപ് മഞ്ജു ബന്ധത്തിനെ വേർപെടുത്താൻ ഈ അതിജീവിത കാരണമായി എന്നുള്ളത് കൃത്യമായിട്ട് ഒരു വാശിയും വൈരാഗ്യം ദിലീപിനുണ്ട്. പക്ഷേ ദിലീപിന്റെ ഞാൻ അതാ പറഞ്ഞ ഒരു പവർ ഗ്രൂപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. ഒരു പക്ഷേ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഈ പെൺകുട്ടിയെ വേണമെങ്കിൽ നിഷ്പ്രയാസം ഇല്ലാണ്ടാക്കാം. അങ്ങനെ ശ്രമിച്ചിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ വേണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് കാറ്റിപ്പറത്ത് അങ്ങനെ എത്രയോ പേര് വൈരാഗ്യ ഉള്ളവര് നല്ല നായികമാരും ഒക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുപോയിട്ട് വേണമെങ്കിൽ ദിലീപിനെ അങ്ങനെ ഒരു പ്രതികാരം ചെയ്യും. ഒന്നുമില്ലാത്ത തരത്തിലേക്കാക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്കാക്കാം. പക്ഷെ ഇങ്ങനെ ഒരു തരത്തിൽ ബുദ്ധിമോശം കാണിക്കുമോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പൾസർ സുനി ഒരിക്കലും നമുക്ക് ഈ റിപ്പോർട്ടർ ചാനലൊക്കെ പോയിരുന്നു. പൾസർ സുനി പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ കള്ളത്തരങ്ങളുണ്ട്. ഇപ്പോൾ പൾസർ സുനി എന്ന വ്യക്തിയെ ദിലീപിനെ അറിയില്ല എന്ന് പറയുന്നതിൽ തെറ്റാണ്. കാരണം ഇൻഡസ്ട്രിയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ പറയുന്ന പെൺകുട്ടിക്കും ഒക്കെ ഹണിബിയുടെ ഒക്കെ ഇതിൽ ഡ്രൈവറായിരുന്നു. അപ്പൊ പൾസർ സുനി കൃത്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ദിലീപിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഇതായിരിക്കും കാണിച്ചത്. പക്ഷേ ഈ പൾസർ സുനിക്ക് ഈ കൊട്ടേഷൻ കൊടുക്കേണ്ടുന്ന കാര്യം ദിലീപിന് എന്താണ്, മറ്റേതെങ്കിലും തരത്തിൽ ചെയ്തൂടെ എന്നുള്ള തരത്തിൽ വരും. പൾസർ സുനി ഒരുപക്ഷെ ദിലീപിനെ അകപ്പെടുത്തിയത്, എന്നാ പിന്നെ കിടക്കട്ടെ, ഈ ഒരു വിഷയമായിട്ട് കിടക്കട്ടെ, അങ്ങനെ അകപ്പെടുത്തിയതായിരിക്കും. ഇതിൽ മറ്റാരെങ്കിലും ഇൻവോൾവ് ചെയ്ത് ഒരു മാഡം എന്ന് പറഞ്ഞ ഒരു ഇത് അതിനകത്ത് വരുന്നത്. ആ മാഡം ആരാന്ന് ഇന്നുവരെ കണ്ടെത്താൻ അല്ല. ദിലീപിനെ അങ്ങനെ പൾസർ സുനിക്ക് ഒരു ടാർഗറ്റ് ആയിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഈ അതിജീവിതയുടെ മുന്നിൽ നിന്ന് തന്നെ പറയാമായിരുന്നല്ലോ, സാർ അല്ലെങ്കിൽ ദിലീപ് സാർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാലോ. അവിടെയും പേര് പരാമർശിക്കുന്നില്ല. മാത്രമല്ല ഒരു പക്ഷേ പൾസർ സുനി ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഫോൺ ചെയ്യും. ഇപ്പൊ കത്തെഴുതുന്നു, അതൊക്കെ ഈ പൾസർ സുനിയെ പോലുള്ള ഒരു ക്രിമിനലിനെ അറിയാം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നടുത്തുനിന്ന് ഒരു കത്തെഴുതിയ മെസ്സേജ് ഇട്ടാൽ അത് പോലീസുകാർ തൂക്കിയെടുക്കും എന്നുള്ള അറിയാം. അപ്പൊ ഇതൊക്കെ മനഃപൂർവ്വം ദിലീപിനെ കൊടുക്കാൻ പൾസർ സുനി പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, പണത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ സംവിധായകൻ ബാലചന്ദ്ര മേനോനാണ് പൾസർ സുനി. അദ്ദേഹം 2021 ഈ മൊഴി തന്നെ പറയുന്നത്. അപ്പൊ ആ 2 വർഷം അദ്ദേഹം എവിടെ പോയിരുന്നു? അപ്പൊ അതൊക്കെ ഈ പറയുന്നോണം ദിലീപിനുമായിട്ട് ചേർന്ന് നിന്നിട്ട് ദിലീപിനോടുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ ദിലീപിനെ സാമ്പത്തികമായിട്ട് ദിലീപിൽ നിന്ന് കിട്ടാത്തതൊക്കെ ഒരുപക്ഷെ ഇത് കേസിന് നെഗറ്റീവായിട്ട് കൊണ്ടുവന്ന് ഇത് മൊഴി കൊടുക്കാൻ ഇവരെ ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടു, ചിലപ്പോൾ ആയിരിക്കാം വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ കൊട്ടേഷൻ പൾസർ സുനിക്ക് കൊടുത്തോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പൾസർ സുനി അത് കൃത്യമായിട്ട് ഒരു പക്ഷേ നീക്കാനറിയാം. ഒരിക്കലും ദിലീപിന് ഒറ്റ കൊടുക്കത്തില്ല. കാരണം കൃത്യമായിട്ട് ഇപ്പൊ ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് ഇപ്പൊ പണമായിരിക്കുമല്ലോ ആവശ്യം. അപ്പൊ പണം ആദ്യം കൊടുക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഗഡു കൊടുക്കുമല്ലോ, കൊടുത്തു തീർക്കുമല്ലോ. അപ്പൊ അവിടെയൊക്കെ ഒന്നും കൊടുക്കാതിരിക്കാൻ ഉള്ള സാഹചര്യമില്ല. കാരണം അങ്ങനെ കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെയാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, അങ്ങനെ ഒരു കൊട്ടേഷൻ നൽകിയിട്ടുണ്ടോ, പൾസർ സുനി മറ്റാർക്കെങ്കിലും വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ പൾസർ സുനി സ്വന്തമായിട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഈ പറയുന്ന അതിജീവിതയോടുള്ള എന്തെങ്കിലും വെച്ച് അങ്ങനെ ചെയ്തതാണോ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, നമ്മൾക്കൊന്നും അറിയാം. ഇതൊക്കെ സത്യം പറയാം ഇപ്പോഴും ഇന്ന് ഗതി വരുമ്പോഴും പലതും കാണാമറയത്ത് തന്നെ നിൽക്കുകയാണ്. പല സംശയങ്ങളും ഇപ്പോഴും കാണാമറയത്ത് നിൽക്കുക. പക്ഷെ ദിലീപ് പല അതിബുദ്ധികളും കാണിച്ചിട്ടുണ്ട്. ദിലീപ് പൾസർ സുനി അറിയില്ല എന്ന് പറയുന്നു. ഈ പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല.
ഇത് പലതും ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും ശ്രമിച്ചു. അത് ദിലീപിനെ കൂടുതൽ കുഴിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഏതായാലും 8ാം പ്രതിയാണ് ദിലീപ്. 10 പ്രതികൾ ഇന്ന് ഹാജരാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൾസർ സുനി അടക്കമുള്ള, അതായത് മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, VP രാജേഷ്, വടിവാൾ സലീം, പ്രദീപ്, ചാർലി തോമസ്, മേസ്ട്രി സനിൽ, ഇങ്ങനെയുള്ള ഏകദേശം ഇത്രയും പ്രതികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ. കാരണം ഇവരുൾപ്പെടെയാണ്. മാത്രമല്ല ഈ അതിജീവിതയുടെ വണ്ടി ഓടിച്ച ആള്, ഇവരൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമാണ്. കാരണം ആ വണ്ടി ഇടിക്കുന്നു, അവിടുന്ന് മാറുന്നു, അതൊക്കെ നമ്മൾ ആ ഒരു സ്റ്റോറി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പക്ഷെ സിനിമയെ വെല്ലുന്ന ഒരു സ്റ്റോറി ആയിപ്പോയി ഇത്. അപ്പൊ അതൊക്കെ ഒരു പക്ഷെ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ ഗുണ്ടാ നേതാക്കൾ ചേർന്നൊരുക്കുക. പക്ഷെ ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ട് ആരാണ് ചരട് വലിച്ചത് എന്നുള്ളതാണ്. ദിലീപ് തന്നെയാണോ എന്നുള്ള സംശയം. കാരണം ദിലീപ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ പൾസർ സുനിയെ വെച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവരെ അറിയാം, ഈ വ്യക്തിക്കറിയാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പിടിക്കപ്പെടും, ഇതിന്റെ കണക്ഷൻ പെട്ടെന്ന് വരും. അപ്പൊ അതൊക്കെ പ്രത്യേകിച്ച് ജനമനസ്സുകൾ തിങ്ങി നിൽക്കുന്ന മലയാളികളുടെ ഇഷ്ടപ്പെട്ട, ഒന്നാമത് മഞ്ജുവുമായിട്ടുള്ള പ്രശ്നമൊക്കെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി പോവും. ഇങ്ങനെ ഒരു തിരിച്ചറിവില്ലാത്ത രീതിയിൽ പോകുമോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു കൊട്ടേഷൻ സംഘം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രധാനപ്പെട്ട എയിം പണം മാത്രമാണ്. മാത്രമല്ല പിടിക്കപ്പെടാതെയും കൂടി ഇരിക്കണം. പിടിക്കപ്പെട്ടാലും പണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന രീതിയിലാണ് പൊതുവെ ഒരു ക്രിമിനൽ. ഇവിടെ ഈ നടി പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഇത് കൊട്ടേഷനായിട്ട് നൽകിയതാണെങ്കിൽ ഞാൻ അതിന്റെ ഇരട്ടി തുക തരാം എന്ന് പറയുമ്പോൾ പോലും അതിന് വഴങ്ങാതെ നിൽക്കുന്നത്. അതായത് അത്രയും ശക്തി, അതായത് അത്രയും വിശ്വസ്തനായ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ഇതൊക്കെ ചെയ്തത് എന്നുള്ളൊരു സൂചനയാണ്. അത് ദിലീപാണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. പിന്നെ ഇതിപ്പോ ഏകദേശം 261 സാക്ഷികൾ ഉണ്ടായിരുന്നു. 438 ദിവസമാണ് ഈ സാക്ഷികളുടെയൊക്കെ വിസ്താരം നടന്നത്. 833 രേഖകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. 142 തൊണ്ടിമുതലുകളുണ്ട്. ഇതിൽ 28 പേർ കൂറുമാറിയിട്ടുണ്ട്. ഏകദേശം 3215 ദിവസം എന്ന് പൂർത്തിയാകുമ്പോൾ വിധി എന്തെന്നുള്ളൊരു ഇത് വരും. ഇതിപ്പോ 8ാം പ്രതി ദിലീപിന്റെ വിധിയാണ് എല്ലാവരും കാതോടും. മറ്റേ പൾസർ സുനിക്കൊക്കെ തക്കതായിട്ടുള്ള, ഞാൻ അതിജീവിതയോടൊപ്പം തന്നെയാണ്. ശരിക്കും അതിജീവിതകൾ എന്നൊക്കെ പറയുന്ന ഇതാണ്. 8 വർഷത്തോളം ഈ കേസ് നടക്കും. ഇതിന്റെ പുറത്തേക്ക് പോവുക, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ജീവിതം ഒക്കെ നഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിക്ക് നീതി കിട്ടുക തന്നെ വേണം. പൾസർ സുനിക്ക് ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളവരെ തൂക്കിക്കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ആരൊക്കെ ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇവന്മാരെ എല്ലാം കൃത്യമായിട്ട് സാക്ഷി വിസ്താരം ചെയ്തിട്ട് നല്ല തക്ക ശിക്ഷ നൽകണം. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ശരത്ത്, ദിലീപ് ഇങ്ങനെ 8-10 പ്രതികളിലേക്കൊക്കെ വരുമ്പോഴേക്ക് അവർക്ക് കിട്ടേണ്ടുന്ന ഇത് മെയിൻ ഇവരാണ് പീഡനത്തിനുള്ള. ഇതില് പൾസർ സുനിയാണ് 1ാം പ്രതി. കാരണം അയാളാണ് ഈ പീഡിപ്പിച്ചത്. മറ്റുള്ളവരെല്ലാം ഇതിന് വേണ്ടുന്ന കച്ചവടം ചെയ്യാനും വണ്ടി ഓടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തത്, വീഡിയോ ദൃശ്യങ്ങൾ കൊണ്ടു കൊടുക്കുന്നവർ, ഇതെല്ലാം ഇതിന്റെ പുറകിലുള്ളവരാണ്. പക്ഷെ ഇതില് ദിലീപിന്റെ ഇത് ഗൂഢാലോചനയുണ്ടോ, അല്ലെങ്കിൽ ദിലീപ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. ദിലീപ് ഉണ്ടോ? കാരണം അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനാണോ, അല്ലെങ്കിൽ അത്രയ്ക്ക് ജനപ്രിയ നായകൻ എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ദിലീപിനെ പറ്റി ഇപ്പൊ മഞ്ജുവും ദിലീപും തമ്മിലുള്ള അവരുടെ പേഴ്സണൽ ഇഷ്യൂവിന് അപ്പുറം ഇപ്പൊ കാവ്യ വിവാഹം കഴിച്ചതൊന്നും അല്ല ജനങ്ങൾക്ക്. പക്ഷെ ഇത്രയും ഒരു കൊടും ക്രൂരത ചെയ്യാൻ മാത്രം കഠിന ഹൃദയനാണ്. ഒരു മകളെ സ്വന്തമായിട്ട്, ഒരു പക്ഷെ അമ്മയെക്കാളേറെ ആ മകള് സ്നേഹിക്കുന്നത് സ്വന്തം അച്ഛനെയാണ്. അപ്പൊ അത്രയും മകളെ, 2 പെൺകുട്ടികളുടെ പിതാവാണ്. അത്രയും നോക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു മകളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ള സ്ത്രീകളെ ഒരിക്കലും അങ്ങനെ. മാത്രമല്ല മഞ്ജുവിനെ പറ്റി എപ്പോഴും പറയുമ്പോൾ വളരെ ബഹുമാനപൂർവ്വമാണ് ഇപ്പോഴും ദിലീപ് സംസാരിക്കുന്നത്. കാവ്യ സ്ത്രീകളെ പറ്റി ദിലീപിനോട് ചോദിച്ചാൽ തന്നെ വളരെ മാന്യമായിട്ടുള്ള മറുപടി. അല്ലാതെ നമുക്കങ്ങനെ ദിലീപിന്റെ ഒരു ശരീരഭാഷ, മാനസിക ഇതൊക്കെ വെച്ച് നമുക്കങ്ങനെ വൃത്തികെട്ട ഒരു വ്യക്തി എന്നുള്ള രീതി നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തില്ല. അതൊക്കെ വെക്കുമ്പോൾ ദിലീപിന്റെ കരിയറിൽ ഈ ഒരു കാര്യം വലിയ ചോദ്യം ചെയ്യുന്ന, ഒരു പക്ഷേ ആ പെൺകുട്ടികൾ, ആ കുടുംബമൊക്കെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം വിസ്താരങ്ങൾ പലതും സ്വകാര്യതയിലാണ് നടന്നിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള തെളിവ് ഇത്രയും 8 വർഷം തന്നെ നീണ്ടത് എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ദിലീപിന് അനുകൂലമായിട്ടാണ് പലപ്പോഴും സെഷൻ കോടതിയിൽ ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ വേണമെങ്കിൽ ദിലീപിന് ഇപ്പോൾ എന്തെങ്കിലും ശിക്ഷ കിട്ടിയാൽ തന്നെ സുപ്രീം കോടതിയിലേക്ക് വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. കാരണം ദിലീപും എക്സ്ട്രീം അങ്ങേയറ്റം വരെ ദിലീപിന് ബാധിച്ചെങ്കിലേ പറ്റും. അതുപോലെ തന്നെ അതിജീവിതം നിൽക്കുന്നുണ്ട്. എനിക്ക് ആ പെൺകുട്ടിക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തുചേർന്നവർക്ക് കൈ കൊടുക്കേണ്ടുന്നത്. കാരണം എന്ത് തന്നെ ആയിക്കോട്ടെ, കാരണം അവരോടൊപ്പമാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ദിലീപിന് ശിക്ഷ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ ഒരു പക്ഷേ ശിക്ഷ കിട്ടാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. കാരണം അത്രയേറെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പറഞ്ഞു. കാരണം പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്
പലപ്പോഴും അയാളുടെ തന്നെ മൊഴികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിപ്പറച്ചിലും ഒക്കെ ഉണ്ട്. പിന്നെ ബാലചന്ദ്രൻ മേനോന്റെ മൊഴിയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം മരണപ്പെട്ടു, കരരോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു. അതും അദ്ദേഹം 2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മൊഴി പറഞ്ഞത്. അതിനും കൃത്യമായിട്ടുള്ള തെളിവുകളാണല്ലോ കോടതിക്ക് വേണ്ടുന്നത്. അപ്പോൾ പലപ്പോഴും തെളിവുകളുടെ അഭാവം വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ മഞ്ജു വാര്യരുടെ മൊഴിയാണ് നിൽക്കുന്നത്. മഞ്ജു വാര്യർ പറഞ്ഞ ആ ഒറ്റ ഇതിലാണ് ഒരുപക്ഷെ സംശയം കോടതിക്ക് വരുന്നത്. പിന്നെ ദിലീപ് കണ്ടു, എടുത്തു, അങ്ങനെ ചെയ്തു, ഇത് ചെയ്തു, ഫോൺ ട്രാക്ക് ചെയ്തു, അതൊക്കെ അവർക്ക് അതിനെയൊക്കെ ഈ പറയുന്ന വിസ്താരത്തിൽ അതിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റും, തെളിവുകളൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒരാൾ ഇന്ന ടവറിലുണ്ട്, ആ ടവറിന്റെ അടുത്ത് തന്നെയാണ് ഇന്ന സംഭവം നടന്നതെന്ന് പറയുമ്പോൾ അതൊന്നും ഇത് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് തെളിവുകൾ, അത് പൾസർ സുനിയുടെ ഇത് ഒരിക്കലും കോടതിക്ക് അങ്ങോട്ട് കൃത്യമായി വിശ്വസിക്കാനും പറ്റുന്നത്. കാരണം മാറിയും തിരിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ ചില ആരോപണങ്ങൾ സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് ഒക്കെയുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുമല്ല അതിന് മുന്നേ എത്രമാത്രം പൾസർ സുനിയുമായിട്ട് ദിലീപ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള. കാരണം പലപ്പോഴും ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം ദിലീപിന്റെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ദിലീപ് ഡയറക്റ്റോ അല്ല കണക്ഷൻ. അപ്പം മറ്റേതെങ്കിലുമൊക്കെ ഉള്ള വഴികൾ കണക്ഷൻ വരുമ്പം ആ കേസിന് അത് വലിയ ബലഹീനത വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ ദിലീപിന് ചെറിയ ശിക്ഷകൾ കിട്ടാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ദിലീപിനെ പൂർണ്ണമായും വിട്ടയക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് വീണ്ടും അതിജീവിത പോകും, അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ വീണ്ടും ഒരു നിർണായക തെളിവ് വരുന്നത്. ഏതായാലും എന്ത് തന്നെയായാലും ദിലീപ് അതിനകത്ത് ഉണ്ട് എന്ന് കോടതിക്ക് അല്പമെങ്കിലും ഒരു ബോധ്യമുണ്ടെങ്കിൽ തക്ക ശിക്ഷ തന്നെ ദിലീപിന് നൽകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. കാരണം ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ വരരുത്, ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. 2.5 മണിക്കൂർ 3 മണിക്കൂർ ആ പെൺകുട്ടി അനുഭവിച്ചത് ഒരു ജീവിതകാലം മുഴുവൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തി ജീവിതത്തിലൊക്കെ ആ പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിജീവിതയ്ക്ക് നീതി കിട്ടുക തന്നെ വേണം.